നാർക്കോട്ടിക്സ് ഇറ്റ്സ് നോട്ട് എ ഡേർട്ടി ബിസിനസ്. തീർച്ചയായും ലഹരി വേണം. Hi guys, have you people noticed a lot of changes happening in the world? AI ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഗ്രോ ചെയ്യുന്നൊരു ഏരിയയുണ്ട്. ദാറ്റ് ഈസ് ഡ്രഗ്സ്. Someone said narcotics is a dirty business. It's not a dirty business, but it's a killing business. നമ്മൾ ലോകം മുഴുവനൊന്നും എടുക്കണ്ട. നമ്മൾ നിൽക്കുന്ന ഈ സറൗണ്ടിങ്സിന് ഒരു 20-30 കിലോമീറ്റേഴ്സിൽ നമ്മൾ ഡെയിലി ഇപ്പം പലതരത്തിലുള്ള ക്രൈംസ് നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും പിന്നിൽ ഒറ്റ കാരണം ഡ്രഗ്സ്. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ദിസ് വേൾഡ്? വാട്ട് വിൽ ബി ദ ഫ്യൂച്ചർ? ഹൗ വി വിൽ മാനേജ് ദിസ് സിറ്റുവേഷൻ? ഹൗ വി ക്യാൻ സേവ് അവർ സെൽഫ് ആൻഡ് സം വൺ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് എല്ലാം റിലേറ്റഡ് ടു ഡ്രഗ്സ്. ഒരുവിധ എല്ലാ ക്രൈമിന് പിന്നിലും ഡ്രഗ്സ്. ഈ അടുത്ത് നടന്ന ക്രൈമുകളിലൊക്കെ അക്യൂസ്ഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടൊക്കെ പറയുന്നു ദേ ആർ അഡിക്റ്റഡ് ടു ഡ്രഗ്സ്. ബട്ട് ആക്ച്വലി ഇൻവെസ്റ്റിഗേഷൻ എല്ലാം നടക്കുന്ന സമയത്തും ഇൻവെസ്റ്റിഗേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് സ്പെസിഫിക് അക്യൂസ്ഡ് ഓൺലി. എങ്ങനെയാണ് ആൾക്ക് ആ ലഹരി, ആ ഡ്രഗ്സ് കിട്ടുന്നത്, ആ റൂട്ടിലേക്കുള്ള അന്വേഷണം ആക്ച്വലി നടക്കുന്നുണ്ടോ? ആ റൂട്ട് കോസ് കണ്ടെത്താതെ എങ്ങനെ നമുക്കിതിൻ്റെ ഒരു സ്പ്രെഡിങ് അല്ലെങ്കിൽ ആ ഒരു അവൈലബിലിറ്റി കുറയ്ക്കാൻ കഴിയും? എനിക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് എ ബിഗ് ചെയിൻ, ബട്ട് ആക്ച്വലി വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ആൻഡ് അവർ സൊസൈറ്റി. ബട്ട് ഹൗ? തീർച്ചയായും ലഹരി വേണം ജീവിതത്തിൽ, അല്ലെങ്കിൽ കണ്ടെത്തണം. ഹൗ വി വിൽ ഫൈൻഡ് ഔട്ട്? നിങ്ങൾ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ കളിയിലും ലഹരി കണ്ടെത്താം. ഇനി നിങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു ജോബ് സെർച്ചിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഹണ്ടിങ്ങിലാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഹരി കണ്ടെത്താം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്, അവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ, അവരുമായിട്ടുള്ള യാത്രകളിൽ നിങ്ങൾക്ക് ലഹരി കണ്ടെത്താം. നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ മതേതര സംഘടനകളുണ്ട്. അതിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലഹരി കണ്ടെത്താം. നമ്മളെന്തിനാണ് ദൈവം ഈ ലോകത്ത് ജനിപ്പിച്ചതെന്നറിയോ? നമുക്ക് സ്വയം ജീവിച്ച് മരിക്കാൻ മാത്രമല്ല, ടു സെർവ് ആൻഡ് ഹെൽപ്പ് സം വൺ സറൗണ്ടഡ് ബൈ യു. അങ്ങനെ ലഹരി കണ്ടെത്താനുള്ള ഏരിയകൾ ഒരുപാടാണ്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് തുടങ്ങി സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ഏരിയയിൽ നമുക്ക് കണ്ടെത്താനാവും. ബട്ട് ഈ ലഹരി കണ്ടെത്താൻ നമ്മൾ സ്വയം വിചാരിക്കണം. നമ്മൾ മെഡിക്കൽ ടേമിൽ യൂസ്, അബ്യൂസ്, ഡിപ്പെൻഡൻസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വൺസ് ഇറ്റ്സ് സ്റ്റാർട്ടഡ് യൂസിങ് ദെൻ ഇറ്റ് വിൽ ഗോസ് ടു അബ്യൂസ്. പിന്നെ പറയണ്ട. നമ്മളാദ്യം സ്വയം രക്ഷപ്പെടുക, എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സേവ് ചെയ്യാൻ കഴിയൂ. ഇതൊരു വലിയ ചെയിനാണ്. ആ ഒരു ചെയിനിൻ്റെ അറിഞ്ഞും അറിയാതെയും പല ആൾക്കാർ അതിൽ ഇൻവോൾവ് ആണ്. ആ ഒരു ചെയിൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് നമുക്ക് ഒരുമിച്ച് പല കാര്യങ്ങളിലും പറഞ്ഞ പോലെ യൂത്ത് സെൻറ്റേഴ്സ് വഴി പല ടീമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാൽ മാത്രമേ നമുക്ക് ഈ വരുന്നൊരു ജനറേഷനെ നമുക്ക് സേവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇറ്റ്സ് നോട്ട് പോസിബിൾ വിത്ത് വൺ മാൻ, ബട്ട് ഇറ്റ് പോസിബിൾ വിത്ത് വൺ സൊസൈറ്റി. നമുക്ക് സൊസൈറ്റിയോടൊരു കടപ്പാടുണ്ട്. സോ നമ്മൾ ആ ഒരു സേഫ് സോണിലാണെന്ന് നമ്മളെപ്പോഴും എൻഷുർ ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സിനെയും, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഓൾ സൊസൈറ്റീനെ, ആ ഒരു നമ്മളെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ആളുകളെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ഓരോ ആൾക്കാരും ആ ഒരു തരത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ clear up this event. Once again, it's not a dirty business, it's a killing business to the whole society. So let's fight together. Take care and bye.